നമസ്കാരം. എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ 3-ാം സർഗത്തിലെ 40 ശ്ലോകം വരെ ഇതുവരെ ചൊല്ലിക്കഴിഞ്ഞു. ഇന്ന് 41-ാമത്തേത് തൊട്ട് ചൊല്ലാം. 2 ദിവസമായി തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശ്ലോകം ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കളവേണൂരവകളായ നീല കമലാ ചുംബനലംബടോതിരമ്യ. അളിപോദൈവാരവിന്ദൻ മധ്യേ രമതാം ഐഹ്യതി ദേവകീ കിശോര. 41-ാമത്തെ ശ്ലോകം. അപ്പോൾ പറഞ്ഞാലൊരു ഗോപനാരി ത്വൽപുത്രനാമുണ്ണി മഹാകുശീലൻ മൽപ്പത്തനെ വന്നു കടന്നൊരു നാൾ അൽപേതരം ചെയ്തൊരു കൈതവം കേൾ. അപ്പോൾ ഒരു ഗോപനാരി പറയുകയുണ്ടായി, ഇതുവരെ ഭഗവാന്റെ ബാലലീലകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും അങ്ങോട്ട് അത് തന്നെയാണ് പറയുന്നത്. ഗോപസ്ത്രീകളുടെ സങ്കടങ്ങളും അവരുടെ പരിഭവങ്ങളുമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ ഒരു ഗോപസ്ത്രീ പറയുകയാണ്, നിൻ്റെ പുത്രൻ എൻ്റെ വീട്ടിലെ കുശീലൻ പറയുമ്പോൾ ചീത്ത ശീലമുള്ളവൻ. എൻ്റെ വീട്ടിൽ മൽപ്പത്തനെ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഗൃഹത്തിൽ വന്നിട്ട് ഒരു ദിവസം കടന്നു വന്ന് ചെയ്ത ഒരു വികൃതി നിനക്ക് കേൾക്കണോ എന്ന് ചോദിക്കുകയാണ് ഗോപസ്ത്രീ യശോദയോട്. അച്ഛൻ മഹാവൃദ്ധനവർക്കു വേണ്ടി കാച്ചങ്ങു വച്ചേനിരുനാഴി ദുഗ്ധം. കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിലമ്പസ്സു നിറച്ചു പോയാൻ. എൻ്റെ അച്ഛൻ ഒരു വൃദ്ധനാണ്. അവർക്ക് വേണ്ടി ഞാൻ 2 നാഴി പാല് കാച്ചി വെച്ചു. ആ പാലെടുത്ത് കണ്ണൻ കുടിച്ചിട്ട് അതിൽ അമ്പസ്സു നിറച്ചു, വെള്ളം നിറച്ച് വെച്ചു, പച്ചവെള്ളം നിറച്ച് വെച്ചു എന്നാണ് പറയുന്നത്. അന്തിക്കിരുട്ടത്തു ചെന്ന ശേഷം മോന്തിക്കുടിച്ചൊന്നു ചൊടിച്ചു താതൻ. ദുഷ്ടത്തി നീ എന്നു പറഞ്ഞു കിണ്ണം പെട്ടെന്നെറിഞ്ഞാരവരെൻ്റെ നേരെ. സന്ധ്യ നേരമായപ്പോഴാണ് അച്ഛൻ പാലെടുത്ത് കുടിക്കാൻ പോയത്. അച്ഛന് കണ്ണ് കാണാൻ വയ്യ. അതെടുത്ത് കുടിച്ചിട്ട് മകളോട് പറയുകയാണ്, ദുഷ്ടത്തി നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ആ പാലാക്കി വെച്ച പാത്രത്തിന് ആ ഗോപസ്ത്രീയുടെ നേർക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അന്നേരം ഇബ്ബാലകനങ്ങു വന്നാൽ നന്നായി ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ. ഇന്നാളെടോ പാൽ തരായിക മൂലം നിന്നെ ചതിച്ചേനിതി കിങ്കരോമി. ആ ബാലൻ അച്ഛൻ ആ കിണ്ണം ഗോപസ്ത്രീയുടെ നേർക്ക് എറിഞ്ഞ സമയത്ത് ബാലൻ വന്നിട്ട് ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്നിട്ട് പറയുകയാണ്, ഈ അടിയിൽ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എനിക്ക് നീ പാല് തന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ ചതിച്ചത് എന്ന് പറയുകയാണ്. അനന്തരം മറ്റൊരു ഗോപി ചൊന്നാൾ, എനിക്കു വന്നല്ലിതിൽ പരം കേൾ. കനക്കവേ സന്ധ്യമയങ്ങുമപ്പോൾ അനക്കമെന്നേ മമ വീടു പൊക്കാൻ. ഇനി ഒരു ഗോപസ്ത്രീ പറയുകയാണ്, എനിക്ക് പറ്റിയ കുഴപ്പം ഇതിലും വലിയതാണ്. കേൾക്കൂ, സന്ധ്യ നേരത്ത് വിദ്വാൻ ഒരനക്കവും കൂടാതെ എൻ്റെ വീട്ടിലെത്തി. എന്നിട്ടോ എന്താ പറയണ?
കറന്നകത്താക്കിന ഗോക്കളെ പോയി തുറന്നു വിട്ടാനിവനന്തി നേരം. ഒളിച്ചു മെല്ലെന്നു നടന്നവറ്റെ തെളിച്ചു പാടങ്ങളിലങ്ങിറക്കി. കറന്ന പശുക്കളെയെല്ലാം തക്കത്തിൽ പോയി മെല്ലെ രാത്രി പതുങ്ങി വന്ന് അഴിച്ച് പാടങ്ങളിലേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പോയി. കുതിർത്തു നിൽക്കുന്നൊരു നെല്ലു തീറ്റി പതുക്കവേ ബാലകനങ്ങു പോയാൽ. പശുക്കറപ്പാൻ പുലർകാല നേരം വിശുദ്ധയാം ഞാനിഹ ചെന്ന നേരം. കുതിർന്നു നിൽക്കുന്ന നെല്ലിനെയെല്ലാം തീറ്റിച്ച് ബാലകൻ മെല്ലെ വീട്ടിലേക്ക് പോയി. രാവിലെ നേരത്തെ എണീച്ച് ഈ ശുദ്ധഗതിക്കാരിയായ ഗോപസ്ത്രീ പാല് കറക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അവിടെ പശുക്കളെയും കിടാങ്ങളെയും കാണാനില്ല. പ്രാണങ്ങളാകും പശുവൃന്ദമൊന്നും കാണാഞ്ഞുഴന്നങ്ങനെ നിന്നു ഞാനും. കാണായി തന്നേരമുടൻ വരുന്നു കാർവർണ്ണനാമുണ്ണിയും ഇമ്പമോടെ. പശുക്കളെ കാണാഞ്ഞ് അന്തം വിട്ട് പേടിച്ച് നിൽക്കുമ്പോൾ കാർവർണ്ണൻ മെല്ലെ പതുങ്ങി വരികയാണ്. ഉല്ലാസത്തോടുകൂടി ആ സമയത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പാടത്തു നിൽക്കുന്നു പശുക്കളെല്ലാം കൂടെ കളിക്കുന്നു പശുക്കിടാങ്ങൾ. മൂഢേ കറന്നീടുക നീയുമിത്തം പ്രൗഢം പറഞ്ഞാശു ഗമിച്ചു ബാലൻ. ആ ഗോപസ്ത്രീയോട് പറയുകയാണ്, പാടത്ത് പശുക്കളും പശുക്കുട്ടികളും അവിടെ കൂടെ കിടന്ന് കളിക്കുകയാണ്. മൂഢേ കറന്നിടുക നീയുമിത്തം, ഇപ്പം തന്നെ പോയി നീ ആ പാല് കറന്നു. പ്രൗഢം പറഞ്ഞാശു ഗമിച്ചു ബാലൻ. അങ്ങനെ പരുഷമായി പറഞ്ഞിട്ട് ബാലൻ പോയി. പറഞ്ഞതിന്നേരം ഒരുത്തി ഖേദാൽ പറഞ്ഞുകൂടാ മമ കർമ്മദോഷം. നിറഞ്ഞു ദുശീലമഹോ നിനച്ചാൽ അറിഞ്ഞുകൂടാ കപടം യശോദേ. ആ അവസരത്തിൽ ഒരുത്തി ഖേദപൂർവം പറഞ്ഞു, നിന്റെ കർമ്മദോഷം എൻ്റെ കർമ്മദോഷം പറയുവാൻ തന്നെ വയ്യ. ഉണ്ണിയുടെ നിറഞ്ഞ ദുശീലം ആലോചിച്ചാൽ അത്ഭുതമാണ് യശോദേ. എനിക്ക് കളവ് പറയുവാൻ അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് ഗോപസ്ത്രീ യശോദയോട് പറയുകയാണ്. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. എല്ലാവരും മണിപ്രവാളം കേൾക്കുക, കഥ മനസ്സിലാക്കുക. മധുരിഭുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയസർഗമിതം കരോമി വാക്യം. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.